ഹായ് ഗേസ്, നമ്മളിന്നേ പുതിയൊരു സ്ഥലത്താണ് ഫിഷിങ്ങിന് എത്തിയുള്ളത്. ഇന്ന് ഒറ്റക്കുള്ളൂ, വേറെ കൂടാരുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വല വീശുന്നതും പിന്നെ എല്ലാ പണികളും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. അപ്പോൾ കൂടാരും ഉണ്ടായിരുന്നില്ല. കണ്ടില്ലേ, ഇവിടെ ഒരു പുതിയൊരു ഷട്ടർ വരാൻ പോവുകയാണ് കേട്ടോ. നമ്മളെ കുന്നംകുളം ഇറിഗേഷൻ്റെ കീഴിൽ ഇവിടെ ഒരു പുതിയൊരു ഷട്ടർ വരുന്ന ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് നമ്മളെ പാലങ്കടവിൻ്റെ വടക്ക് വശം, ഈ നമ്മളെ കടപ്പുറം പഞ്ചായത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇതാണ്ടില്ലേ, നീർനായകൾ മീൻ തിന്നിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങളായിട്ട് കാണുന്നൊക്കെ കംപ്ലീറ്റ്. നമ്മളെ ഇവിടെ ഒരു വല വീശിയിട്ടുണ്ട്. ഇതാണ്ട, ഇവിടെ കരിമീൻ പൊന്തി നിൽക്കണ കണ്ടപ്പോൾ വീശിയതാണ്. എന്ന് വെച്ചാൽ ഒറ്റക്കായ കൊണ്ട് നമുക്ക് വീഡിയോ എങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കണമ്പുണ്ട്, മീനുകളുണ്ട് കേട്ടോ ഇതേ. വീണ്ടും കരിമീൻ തന്നെ ഇതണ്ട. ഇവിടെ വെള്ളം കേട് വന്നിട്ടുണ്ട്. വെള്ളം കേട് വന്നിട്ട് 2 ദിവസം മഴ നിന്നപ്പോൾ ഇവിടെയുള്ള വെള്ളത്തിന് എന്തോ ഒരു മാറ്റങ്ങൾ, ഒരു കറുപ്പ് നിറം കയറിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഒരുപാട് മീനുകൾ പൊന്തി നേരി. പക്ഷെ നമുക്കിവിടെ വീശാൻ പറ്റില്ല. ഇവിടെ കംപ്ലീറ്റ് അടിയിൽ കുറ്റി അടിച്ചിട്ടുണ്ട്. ഇവിടെ വർക്ക് കിടക്കണമായിരുന്നു. നമ്മളിതിൻ്റെ ഈ ഒരു സൈഡിൽ പതുക്കെ ഒന്ന് ഒതുക്കിയിട്ടിട്ടാണ് ഇപ്പം അത്രയും മീൻ കിട്ടിയതിട്ടാ. പുഴയിൽ പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ തന്നെ ഈ വടക്കുന്ന വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ വെള്ളം ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ മീൻ പൊന്തി നിൽക്കുന്നുണ്ട്. നമ്മളെ 4 മണിക്കാറ്റിൻ്റെ ഭാഗങ്ങളിൽ ഒക്കെ മീനുകൾ ഇന്നലെ ഇപ്പോൾ അവിടെയൊക്കെ മീൻ പൊന്തിണ്ടായിരുന്നു ഓരോരുത്തരൊന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെയുണ്ട്, നമ്മളെ പുഴയിൽ നിറച്ച് മീൻ പൊന്തിയിട്ടുണ്ട് ഓരോ ഭാഗങ്ങളിലായിട്ട്. ഓക്സിജൻ്റെ എന്തോ മിസ്റ്റേക്കാണിത്, ഈ വെള്ളത്തിന് എന്തോ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ്. അതും ഒരു നേരിയ കറുപ്പ് കളർ, മഴവെള്ളം തന്നെയാണ്, പക്ഷെ നേരിയൊരു കറുപ്പ് കളർ ഈ വെള്ളത്തിനുണ്ട് കേട്ടോ. ഈ നമ്മൾ വീശിയത് അവിടെ ഉണ്ടാ, ആ കെട്ടിൻ്റെ അപ്പുറം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ട് ഈ കാടിൻ്റെ ഉള്ളിൽ കൂടി പോയിട്ട്. പക്ഷെ നമുക്കത് എന്താ പറയുക, പോകുന്ന സമയത്ത് ഒരു കൂടുതൽ ആളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി വീഡിയോ ആണ് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കയറിപ്പോണത്. ഈ കാടിൻ്റെ ഉള്ളിൽ കൂടി പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞിട്ട് പോയിട്ടാണ് നമ്മൾ അവിടെ വീശിയിട്ടുള്ളത് കേട്ടോ. അവിടെ ഒരു ഒതുങ്ങിയ ഭാഗം നോക്കിയിട്ട്. അതൊക്കെ ഫുള്ള് കാട് പിടിച്ചെടുക്കണം. ഇവിടെ വീടുകളൊന്നുമില്ല. കാക്കേ, അപ്പോൾ നമുക്ക് അടുത്ത വല വീശി നോക്കാം. ഇതൊന്ന് കുടഞ്ഞ് വൃത്തിയാക്കിയ ശേഷം കേട്ടോ. ഓക്കെ, ഇതാണ്ട, ഇതിൽ നമുക്ക് ഇത്രയും മീനുകളാണ് കിട്ടിയത്. പക്ഷെ ഇതിൽ ആ വലുത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ കേട്ടോ. ചെറുത് കംപ്ലീറ്റ് കളയും, കിട്ടിയിട്ടൊരു കാര്യമില്ല. ഇതിൽ ഈ കരിമീൻ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. ഒറ്റ വല കിട്ടിയ മീനിട്ടത്. വീഡിയോ എടുക്കലും വല വീശലും ഒരുമിച്ച് നടക്കാത്തതുകൊണ്ടേ നമുക്ക് ഒരു വല വീശി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സമയം വേണ്ടി വന്നു ഓരോ വലവും ക്ലിയർ ചെയ്യാനേ, വൃത്തിയാക്കാൻ. ഇതാണ്ട, ഈ ഒരു കളർ പോലെ കാണുന്നതെല്ലാം മീനുകളാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഏട്ട, മഞ്ഞേട്ട അതുപോലുള്ള മീനുകളാണ് പൊന്തി നടക്കുന്നത്. അതിൽ കുറേശ്ശെ, അതിൻ്റെ കൂടെ കുറേശ്ശെ കണമ്പും കരിമീനൊക്കെ ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ വീശി കാണിച്ചു തന്നത് കഴിഞ്ഞ അതിൽ. കണ്ടില്ലേ, ഈ ഒരു വെള്ളത്തിലെന്തോ ഓക്സിജൻ്റെ കുറവാണ്. ഇനിയിപ്പോൾ വെയിൽ ഉദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് താന്നു പോകും. അപ്പോൾ നമ്മൾ എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ട. കാരണം നല്ല വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്, നല്ല ചൂടായി തുടങ്ങി. ഇനി മീൻ കിട്ടുകയില്ല. ഇത് ഈ കാണുന്ന ഇവരൊക്കെ ഇപ്പോൾ വെള്ളത്തിൽ താന്നു പോവുകയും ചെയ്യും. എന്നാൽ പിന്നെ കിട്ടിയ മീനൊന്ന് കാണിച്ചു തരാം കേട്ടോ.